ഗുഡ് ഈവനിങ്. നമ്മൾ ഇപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് വന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസി കോൾ ഫോർ ചെയ്തത് എല്ലാവരെയും ശ്രദ്ധയിലെത്തിയിട്ടുണ്ടായിരിക്കും. ബികോമിന് 60% മാർക്കോട് കൂടി പാസ്സായ ഏതൊരാൾക്കും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ടില്ല, ജാനുവരിയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമേ പറയുന്നത്, അതായത് മണി മാർക്കറ്റ്, അതായത് ഏത് ചോദ്യങ്ങളും, അതായത് നിങ്ങൾക്കറിയാം ഫിനാൻഷ്യൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഇടപാട് നടത്തുന്ന ഏത് സംഭവത്തെക്കുറിച്ചും ബികോമിലെ ഏതൊരു സബ്ജക്റ്റിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഇതിനകത്ത് നിന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് 60% കൂടുതൽ മാർക്ക് വാങ്ങിയ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. എല്ലാവരും എല്ലാ സബ്ജക്റ്റും കൃത്യമായി അറിഞ്ഞു വയ്ക്കുകയാണെങ്കിൽ അധികം കട്ട് ഓഫ് ഒന്നും ഇല്ലാത്തൊരു എക്സാം ആയിരിക്കും ഇത്. അപ്പോൾ തുടക്കം മുതലേ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പോസ്റ്റ് കൈപ്പിടിയിൽ ഒതുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് മണി മാർക്കറ്റാണ്. ഇതിൽ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. കുറച്ചാകുമ്പോൾ പഠിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് വളരെ ചെറിയൊരു കണ്ടൻറ്റ് മാത്രമേ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് മണി മാർക്കറ്റ്. അതിപ്പോൾ ഏത് തരം എക്സാം ആയാലും, നമ്മളുടെ കൊമേഴ്സുമായി ബന്ധപ്പെട്ട് ഏത് എക്സാം ആണെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മണി മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഹ്രസ്വകാല ഫണ്ട് ഇടപാട് നടത്തുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരാം. അതായത് സെൻറ്റർ ഫോർ ഡീലിംഗ് മെയിൻലി ഷോർട്ട് ടേം ക്യാരക്ടർ ഇൻ മോണിറ്ററി അസറ്റ്. ഇറ്റ് മീറ്റ് ദ ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ് ഓഫ് ബോറോവേഴ്സ് ആൻഡ് പ്രൊവൈഡ് ലിക്വിഡിറ്റി ഓർ ക്യാഷ് ദ ലെൻഡർ. എന്താണ് മണി മാർക്കറ്റ്? ചിലപ്പോൾ നമ്മളോട് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, സെൻറ്റർ ഫോർ ഡീലിംഗ് മെയിൻലി ഷോർട്ട് ടേം ക്യാരക്ടർ, അതായത് ഹ്രസ്വകാല ഫണ്ട് ഇടപാട് നടത്തുന്ന സെൻറ്ററിന് അല്ലെങ്കിൽ മോണിറ്ററി അസറ്റ് ഹ്രസ്വകാല മോണിറ്ററി അസറ്റ് കൈകാര്യം ചെയ്യുന്ന മാർക്കറ്റിന് പറയുന്ന പേരെന്താണെന്നാണ്. ഹ്രസ്വകാല ഫണ്ട് ഡീല് ചെയ്യുന്ന മാർക്കറ്റിന് പറയുന്ന പേരാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഹ്രസ്വകാല ഫണ്ട് ഡീൽ ചെയ്യുന്ന മാർക്കറ്റിന് പറയുന്ന പേരാണ് മണി മാർക്കറ്റ്. അപ്പോൾ ദീർഘകാല ഫണ്ടുകൾ ഉണ്ടെന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലായിരിക്കും ലോങ് ടേം ഫണ്ടുകളൊക്കെ ആണെങ്കിൽ ഡീൽ ചെയ്യും. അപ്പോൾ ഹ്രസ്വകാല മാർക്കറ്റ് ഡീൽ ചെയ്യുന്ന ഫണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ, സെൻറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ അത് മണി മാർക്കറ്റാണ്. ഹ്രസ്വകാല ഫണ്ട് ഡീൽ ചെയ്യുന്ന മാർക്കറ്റിന് പറയുന്ന പേര് മണി മാർക്കറ്റ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമ്മളെല്ലാ PSC പരീക്ഷയ്ക്കും കാണുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു നല്ല മണി മാർക്കറ്റിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. ഒന്ന്, നമ്മളുടെ രാജ്യത്തിനകത്ത് ഒരു വെൽ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം ഉണ്ടായിരിക്കണം. അതായത് നല്ല കൃത്യമായ രീതിയിലുള്ളൊരു ബാങ്കിങ് സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ മണി മാർക്കറ്റ് പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിയും. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കൃത്യമായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, മണി മാർക്കറ്റ് ഓപ്പറേഷൻ നടത്താനായിട്ട് കഴിയും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് സെൻട്രൽ ബാങ്കാണ്. അതായത് നമ്മളെ കൊമേഴ്ഷ്യൽ ബാങ്കുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തിനകത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ബാങ്കിങ് സിസ്റ്റം ഉണ്ടായിരിക്കണം. നമുക്കറിയാം, ബാങ്കുകൾ പ്രവർത്തിക്കണമെങ്കിൽ സെൻട്രൽ ബാങ്ക് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് സെൻട്രൽ ബാങ്കിങ് സിസ്റ്റം കൂടിയേ തീരും. അപ്പോൾ ഒന്നാമത്തെ ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഒരു വെൽ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഷോർട്ട് ടേം ഫണ്ട് ഡീൽ ചെയ്യാനായിട്ട് കഴിയും. രണ്ടാമത്തേത്, ഈ ബാങ്കുകളെ നിയന്ത്രിക്കാനുള്ള ഒരു സെൻട്രൽ ബാങ്കിങ് സംവിധാനം നമ്മളുടെ രാജ്യത്തിനകത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് പ്രോപ്പർ ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പം നമുക്കറിയാം, ഹ്രസ്വകാല ഫണ്ടുകൾ ഡീൽ ചെയ്യുന്ന മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ട്രഷറി ബില്ലുകൾ, പ്രോമിസറി നോട്ട്, കൊമേഴ്ഷ്യൽ പേപ്പർ, CD ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് വരുന്നത്. അതായത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഒരു വർഷം കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന മെച്യൂരിറ്റി പീരീഡ് 1 ഇയറായി തീരുമാനിച്ചിട്ടുള്ള ഇൻസ്ട്രുമെൻ്റാണ്. കൊമേഴ്ഷ്യൽ പേപ്പർ ഉണ്ടാവാം, അതുപോലെ തന്നെ
സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഉണ്ടാവാം, ട്രഷറി ബില്ലുണ്ടാവാം, പ്രോമിസറി നോട്ട് ഉണ്ടാവാം. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് കൈകാര്യം ചെയ്യുന്നത് ഈ മണി മാർക്കറ്റിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനം ആ രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാലാമത്തെ ഒരു സവിശേഷതയായിട്ട് പറയുന്നത് പ്രോപ്പർ കോർഡിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ടർ. അതായത് ഓർഗനൈസ്ഡ് സെക്ടറും അൺഓർഗനൈസ്ഡ് സെക്ടറും തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാവണം. ഇപ്പോൾ മാർക്കറ്റിങ്ങിലാണ് നമ്മൾ ബാങ്കിങ് സിസ്റ്റത്തിനകത്ത് ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുമ്പോൾ RBIയും അതിൻ്റെ കീഴിലുള്ള ഷെഡ്യൂൾഡ് ബാങ്കുകളും, അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നോൺ ഫിനാൻഷ്യൽ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇവ തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ കീഴിലുള്ള ഷെഡ്യൂൾഡ് ബാങ്കുകൾ പലിശയ്ക്ക് ഒരു കറക്റ്റ് രീതിയിലായിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷേ ഈ ബാങ്കുകളോട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി സ്വകാര്യ മേഖലയിലുള്ള ബാങ്കുകൾ എന്ത് ചെയ്യാണ്, പലിശ നിരക്ക് കുറച്ച്, മാർജിൻ കുറച്ച് ലോൺ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ നിലനിൽപ്പിനെ അത് ബാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ബാങ്കുകളും അതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ബാങ്കുകളും തമ്മിൽ എന്ത് വേണം എന്നുള്ളതാണ്, ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ നെക്സ്റ്റ് ഫങ്ഷനായിട്ട് പറയുന്നത് ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഒരു കാരണവശാലും വ്യത്യസ്ത ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഈടാക്കുന്നത് വ്യത്യാസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ ഈടാക്കുന്ന പലിശ നിരക്കും അതുപോലെ തന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയിൽ ഈടാക്കുന്ന പലിശ നിരക്കും വ്യതിയാനമുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ആരെ ആശ്രയിക്കുകയുള്ളൂ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളെ മാത്രമേ ആശ്രയിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റിൽ വ്യത്യാസമുണ്ടാകരുത് എന്നാണ് പറഞ്ഞത്. അതുപോലെ നമ്മൾ പറയുന്ന എക്സിസ്റ്റൻസ് സെക്കൻഡറി മാർക്കറ്റ്. മണി മാർക്കറ്റ് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിനകത്ത് സഫീഷ്യൻ്റായ ഷെയർ മാർക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കമ്പനികളുടെ നിലനിൽപ്പിനുമൊക്കെ എന്ത് കൂടിയേ തീരൂ, ഈ പറഞ്ഞ സെക്കൻഡറി മാർക്കറ്റ് നിലനിന്നേ മതിയാവും. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റിൻ്റെ രൂപീകരണം ഇതിന് അത്യാവശ്യമാണ്. പിന്നെ ആമ്പിൾ ഫണ്ടാണ്. ആമ്പിൾ ഫണ്ട് മീൻസ് പര്യാപ്തമായ രീതിയിലുള്ള ഫണ്ട് ഉള്ളിടത്ത് മാത്രമേ ഈ ഷോർട്ട് ടേം ഫണ്ടുകൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട്. എന്താണ് മണി മാർക്കറ്റ് എന്ന് നമ്മൾ പറഞ്ഞ ഹ്രസ്വകാല ഫണ്ടുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന വിപണിയെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് ടേം പീരീഡിലേക്കായിരിക്കും, ഷോർട്ട് ടേം ഫണ്ടുകളായിരിക്കും ഇവിടെ ഡീൽ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഫീച്ചേഴ്സിൽ ഒന്ന് എന്താണ്, വെൽ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം. സെക്കൻഡ് വൺ എക്സിസ്റ്റൻസ് സെൻട്രൽ ബാങ്ക്. 3 അവൈലബിലിറ്റി ഓഫ് പ്രോപ്പർ ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്, പ്രോപ്പർ കോർഡിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ്. അതുപോലെ തന്നെ ബിൽ മാർക്കറ്റ് കൈകാര്യം ചെയ്യുന്നവരായിരിക്കണം അല്ലേ. ബില്ല് ഉപയോഗിക്കാത്തവർക്ക് ഈ ഇൻസ്ട്രുമെൻ്റ് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ ബിൽ മാർക്കറ്റിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ സെക്കൻഡറി മാർക്കറ്റ് കാര്യക്ഷമമായിട്ടുള്ളൊരു വിപണിയായിരിക്കണം. കൃത്യമായ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഹ്രസ്വകാലത്തേക്ക് വായ്പ കൊടുക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ നമ്മളിതിൻ്റെ ഫങ്ഷൻസ് കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരികയാണ്. ഒരു 4 ഫങ്ഷൻ തന്നിട്ട് 3 തരിക, ഒന്ന് അതിനകത്ത് പെടാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ ഞാൻ വളരെ കുറച്ച് കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഒന്നെന്താ പറഞ്ഞത്, മണി മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞു. അതായത് ഹ്രസ്വകാല ഫണ്ടുകൾ കൈകാര്യം ചെയ്യാൻ പ്രവർത്തിക്കുന്ന വിപണിയെയാണ് അല്ലെങ്കിൽ ആ സെൻറ്ററിനെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫങ്ഷൻസുമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കൃത്യമായിട്ട് പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.